എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നിങ്ങൾ നിർദ്ദേശിക്കുന്ന എല്ലാ നോവലുകളും ഓഡിയോ രൂപത്തിൽ ആക്കുവാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു. പ്രസാധകരുടെ അനുമതിയില്ലാത്ത നോവലുകൾ ഓഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് കുറ്റകരമായതിനാൽ അത്തരം ഓഡിയോ ബുക്കുകൾ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കുകയാണ്. ആയതിനാൽ ഇനി പോസ്റ്റ് ചെയ്യുന്ന ഓഡിയോകളിൽ ആ നോവലിൻ്റെ വായനാ അനുഭവങ്ങളും പ്രസക്ത ഭാഗങ്ങളും കഥാശകലവും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. നോവലിൻ്റെ പൂർണ്ണമായ വായനയ്ക്ക് പുസ്തകങ്ങൾ പ്രസാധകരിൽ നിന്ന് നേരിട്ട് വാങ്ങുവാൻ ശ്രമിക്കുക. ഒപ്പം കോപ്പിറൈറ്റ് ഇല്ലാത്ത നിങ്ങളുടെ രചനകൾ ഓഡിയോ രൂപത്തിലാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുവടെ ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം. 3 പതിറ്റാണ്ടുകളായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലാണ് ബ്രസീലുകാരനായ പൗലോ കൊയ്ലോ രചിച്ച ദി ആൽക്കമിസ്റ്റ്. ഇതുവരെ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഈ രചന ഒരു നോവൽ എന്നതിലേറെ പ്രചോദനാത്മക ഗ്രന്ഥം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിപ്രശസ്തർ മുതൽ സാധാരണക്കാർ വരെ ഈ നോവലിന്റെ ആരാധകരാണ്. 30ഓളം ഗ്രന്ഥങ്ങൾ രചിച്ച പൗലോ കൊയ്ലോയ്ക്ക് ആഗോളതലത്തിൽ ഖ്യാതി നേടിക്കൊടുത്തത് ദി ആൽക്കമിസ്റ്റാണ്. തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യത്തിനായി ഇറങ്ങി പുറപ്പെട്ടാൽ ഈ പ്രപഞ്ചം പോലും സ്വപ്നസാക്ഷാത്കാരത്തിനായി നിങ്ങളോടൊപ്പമുണ്ടാകുമെന്ന മൂലാശയത്തിലൂന്നിയാണ് ഈ നോവൽ വികസിക്കുന്നത്. 1988 ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ട സാഹിത്യലോകത്ത് വിസ്മയം തീർത്ത ഈ കൃതി ഇതിനകം തന്നെ 70ലധികം ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കോടിക്കണക്കിന് വായനക്കാരെ സ്വാധീനിച്ച ദി ആൽക്കമിസ്റ്റ് 2000 DC ബുക്സ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് പ്രസിദ്ധീകരിച്ചത്. ഇന്ന് മലയാളത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെടുന്ന കൃതികളിലൊന്നാണ് ആൽക്കമിസ്റ്റ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരന്റെ പുസ്തകം എന്ന ബഹുമതി നേടിയ ആൽക്കമിസ്റ്റ് ജീവിതത്തിലൂടെ സന്ദേഹിയായ ഒരു മനുഷ്യൻ നടത്തുന്ന തീർത്ഥയാത്രയുടെ കഥ പറയുന്ന പുസ്തകമാണ്. ആട്ടിൻപറ്റത്തെ മേയിച്ചു നടന്ന സാന്റിയാഗോ എന്ന ഇടയബാലൻ ഒരു സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ നിധി തേടി നടത്തുന്ന യാത്രയിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഇടയബാലനായ സാന്റിയാഗോ താൻ സ്വപ്നത്തിൽ ദർശിച്ച നിധി തേടി സ്പെയിനിൽ നിന്നും ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നു. യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന വ്യത്യസ്തരായ വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന അറിവുകളും അനുഭവങ്ങളും സാന്റിയാഗോയ്ക്ക് പുതിയ ജീവിത വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും സമ്മാനിക്കുന്നു. ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാനസിക പരിവർത്തനങ്ങളെ ക്രമാനുഗതമായി അവതരിപ്പിക്കുന്നതിന് സാന്റിയാഗോ എന്ന കഥാപാത്രത്തെ പൗലോ കൊയ്ലോ സമർത്ഥമായി ഉപയോഗിക്കുന്നു. സാന്റിയാഗോ കണ്ടുമുട്ടി പരിചയപ്പെട്ട വൃദ്ധനായ ഒരു രാജാവും ഭാഗ്യാന്വേഷിയായ ഇംഗ്ലീഷുകാരനും അറബി പെൺകുട്ടിയും ആൽക്കമിസ്റ്റുമൊക്കെ പങ്കുവച്ച ജീവിത യാഥാർത്ഥ്യങ്ങളാണ് വായനക്കാരെ പ്രചോദിതരാക്കുന്നത്. ഹൃദയത്തിൽ താലോലിക്കുന്ന സ്വപ്നങ്ങളെ പിന്തുടരുന്നവർക്ക് ഈ ഉപദേശങ്ങൾ ഒരു മാർഗരേഖയാണ്. പ്രപഞ്ച രഹസ്യങ്ങളുടെ നിഗൂഢതകൾ ദാർശനികതയുടെ പിൻബലം ചാർത്തി മനസ്സിൽ തട്ടുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ് നോവലിനെ ഇത്രയേറെ ജനപ്രിയമാക്കിയത്. മാത്രമല്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്കെത്താൻ നമ്മൾ അതികഠിനമായി ആഗ്രഹിക്കുകയും അതിനായി തീവ്രമായി പ്രവർത്തിക്കുകയും ചെയ്താൽ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ഈ ലോകം തന്നെ നമ്മെ സഹായിക്കുമെന്ന ശുഭചിന്തയാണ് സാന്റിയാഗോയിലൂടെ പൗലോ കൊയ്ലോ വായനക്കാരന് പറഞ്ഞു തരുന്നത്. വായനക്കാരുടെ ജീവിതത്തിലും മനസ്സിലും ശുഭചിന്ത നിറയ്ക്കാൻ പര്യാപ്തമായ ഈ രചനാശൈലിയാണ് ആൽക്കമിസ്റ്റിനെയും അതിലൂടെ പൗലോ കൊയ്ലോയെയും മുൻനിരയിലെത്തിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി തിരഞ്ഞെടുത്ത് നൽകാവുന്ന ഒരു ഉത്തമ വഴികാട്ടിയായ ഈ പുസ്തകം രമാ മേനോനാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇനി കഥാശകലം. അകലെ ചക്രവാളം തുടുക്കാൻ തുടങ്ങി. പിന്നെ കാണെ കാണെ സൂര്യൻ ഉദിച്ചു പൊങ്ങി. പിതാവുമായി നേരത്തെ നടന്ന സംഭാഷണങ്ങളെക്കുറിച്ചോർത്തപ്പോൾ അവന് സന്തോഷം തോന്നി. ഇതിനകം സ്ഥലങ്ങൾ എത്ര കണ്ടുകഴിഞ്ഞു, എത്ര കൊട്ടാരങ്ങൾ, എത്ര യുവതികൾ. എന്നാലും അവനെ പല നാൾ കാത്തിരുന്ന ആ കച്ചവടക്കാരൻ്റെ മകളോടൊപ്പം അവരാരും എത്തുമായിരുന്നില്ല. അവന് ഒരു കുപ്പായം സ്വന്തമായുണ്ടായി. അതിനു പുറമെ കൈമാറാവുന്ന ഒരു പുസ്തകവും ഒരു ആട്ടിൻപറ്റവും അവനുണ്ട്. പക്ഷേ പ്രധാന കാര്യം അതൊന്നുമല്ല. സ്വന്തം ഇഷ്ടം പോലെ ജീവിതം നയിക്കാൻ അവന് കഴിയുന്നു എന്നുള്ളതാണ്. ആൻഡലൂസിയയിൽ യാത്ര ചെയ്തു മടുത്താൽ ആടുകളെയൊക്കെ വിറ്റ് കടൽ കടക്കാം.
അതും മടുക്കുമ്പോഴേക്കും കാണാനുള്ളതൊക്കെ താൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. ഗ്രാമങ്ങളും നഗരങ്ങളും കൊട്ടാരങ്ങളും സ്ത്രീകളും. സെമിനാരിയിലെ താമസം തുടർന്നിരുന്നുവെങ്കിൽ തനിക്ക് ഈശ്വരനെ കണ്ടെത്താൻ കഴിയുമായിരുന്നുവോ? ഇല്ല. ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി അവൻ ഉറക്കെ പറഞ്ഞു. പലതവണ ഈ വഴി കടന്നുപോയിട്ടുണ്ട്. എങ്കിലും എന്തുകൊണ്ടോ ആ പഴയ പള്ളി കാണാനിട വന്നിട്ടില്ല. എന്നും പുതിയ പുതിയ വഴികളിൽ കൂടി യാത്ര ചെയ്യുവാനായിരുന്നു അവന് താൽപ്പര്യം. അറ്റമില്ലാതെ നീണ്ടു നിവർന്നു കിടക്കുന്ന വഴികൾ. ആടുകളെ ഒന്ന് തിരിച്ചു വിടുകയേ വേണ്ടൂ. പിന്നെ അവ തനിയെ നടന്നു പോയിക്കൊള്ളും. അവന് വഴിയിലെ കാഴ്ചകളും കണ്ട് രസിച്ച് നടക്കാം. വഴി ഏതായാലും ആടുകൾക്കൊന്നുമില്ല. അവയ്ക്കെല്ലാം ഒരുപോലെ തന്നെ. മേച്ചിൽപ്പുറങ്ങൾ മാറുന്നതും ഋതുക്കൾ കടന്നുപോകുന്നതും അവ മനസ്സിലാക്കുന്നില്ല. വയറു നിറയെ പുല്ലും വെള്ളവും കിട്ടണം. അതിനപ്പുറം അവയ്ക്ക് വല്ലതും അറിയേണ്ടതുണ്ടോ? ഒരു നിലയ്ക്ക് മനുഷ്യരുടെ പ്രകൃതവും ഇതുപോലെ തന്നെ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിലേക്ക് നോട്ടമില്ല. തൻ്റെ കാര്യം തന്നെ നോക്കൂ. കച്ചവടക്കാരൻ്റെ മകളെ കണ്ടുമുട്ടിയതിൽ പിന്നെ വേറൊരു പെൺകുട്ടിയെപ്പറ്റി താൻ ചിന്തിച്ചിട്ടേയില്ലല്ലോ. വെയില് നോക്കി അവൻ സമയം കണക്കാക്കി. ഇങ്ങനെ പോയാൽ ഉച്ചയോടെ ടരീഫയിലെത്താം. അവിടെ നിന്ന് വായിക്കാനുള്ള പുസ്തകം മാറ്റിയെടുക്കണം. കനമുള്ള പുസ്തകം തിരഞ്ഞെടുക്കാൻ ഓർമ്മ വെക്കണം. ഒഴിയാറായ വീഞ്ഞു കുപ്പിയും നിറയ്ക്കണം. നന്നായൊന്ന് താടി വടിക്കാം. മുടിയും വെട്ടിക്കാം. തൻ്റെ പെണ്ണിനെ കാണാൻ പോവുകയല്ലേ. ആ ഉത്സാഹത്തിനിടയിൽ ഒരു കാര്യം മനഃപൂർവ്വം അവൻ ഓർമ്മയിൽ നിന്ന് മാറ്റി നിർത്തി. കൂടുതൽ സമ്പന്നനായ ഒരാട്ടിടയൻ ആ വഴി ചെന്നിട്ടുണ്ടെങ്കിലോ? അവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ? ഒരിക്കൽ കൂടി സൂര്യനെ നോക്കി അവൻ സമയം ക്ലിപ്തപ്പെടുത്തി. തെല്ല് തിടുക്കത്തിൽ ടരീഫയുടെ നേർക്ക് നടക്കവേ അവൻ സ്വയം പറഞ്ഞു, സഫലമാക്കാൻ തക്കവണ്ണമുള്ളൊരു സ്വപ്നം മനസ്സിലുണ്ടാകുമ്പോഴേ ജീവിതം അർത്ഥപൂർണമാകൂ. അപ്പോഴാണ് അവന് പെട്ടെന്ന് ഓർമ്മ വന്നത്. സ്വപ്നങ്ങൾ വിശകലനം ചെയ്ത് അവയുടെ അർത്ഥം പറയുന്ന ഒരു വൃദ്ധ ടരീഫയിലുണ്ടല്ലോ. ആ വൃദ്ധ അവനെ തൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പല തരത്തിലുള്ള മുത്തുകൾ കോർത്തുണ്ടാക്കിയ ഒരു മറ പുറംതളത്തിൽ നിന്ന് ആ മുറിയെ വേർതിരിച്ചിരുന്നു. കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു പ്രതിരൂപം, ഒരു മേശയും 2 കസേരകളും. അകത്തളത്തിൽ അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീ നിലത്ത് കുത്തിയിരുന്നു. അവനോടും അതുപോലെ ഇരിക്കാൻ പറഞ്ഞു. അവൻ്റെ കൈപ്പടങ്ങൾ രണ്ടും സ്വന്തം കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. അത് ഒരു ജിപ്സി പ്രാർത്ഥന പോലെ തോന്നിച്ചു. നിരത്തുകളിൽ വെച്ച് ആ ബാലൻ ജിപ്സികളുമായി നേരത്തെ തന്നെ ഇടപഴകിയിരുന്നു. അവരും ഏതാണ്ട് ഇടയന്മാരെ പോലെ തന്നെയാണ്. ഒരിടത്തും സ്ഥിരവാസമില്ല. അവർക്ക് ആട്ടിൻപറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നു മാത്രം. നാട്ടുകാർക്ക് ഇവരെക്കുറിച്ച് പൊതുവെ അത്ര നല്ല അഭിപ്രായമല്ല. തരം കിട്ടിയാൽ കക്കും. ചതിയന്മാർ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും മടിക്കില്ല. അകലെ എങ്ങോ ഉള്ള താവളങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി പാർപ്പിക്കും. പിന്നെ അടിമകളാക്കി വിൽക്കും. അവർക്ക് പിശാചുമായി ഒരു ഉടമ്പടി ഉണ്ടായിരുന്നുവെന്നും കേൾവിപ്പെട്ടിരുന്നു. കുട്ടിക്കാലത്ത് ജിപ്സികളെന്ന് കേട്ടാൽ അവൻ പേടിച്ചൊളിക്കുമായിരുന്നു. അവരെങ്ങാനും തന്നെ തട്ടിക്കൊണ്ടുപോയാലോ എന്ന ഭയം. അന്നത്തെ ആ ബാലിശമായ ഭയം ഇപ്പോൾ ഇതാ വീണ്ടും ഈ വൃദ്ധയുടെ കയ്യിൽ കയ്യും ചേർത്തിരിക്കെ. പക്ഷേ അവർക്കരികിൽ യേശുവിൻ്റെ തിരുഹൃദയമുണ്ടല്ലോ. തന്നെത്താൻ ഉറപ്പിക്കാൻ വേണ്ടി അവൻ ചിന്തിച്ചു. തൻ്റെ കൈ വിറയ്ക്കുന്നത് ആ വൃദ്ധയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ നിശബ്ദമായി പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ പിതാവേ. ഇതെന്താണിങ്ങനെ? വൃദ്ധയുടെ സ്വരത്തിൽ വിസ്മയം. അവൻ്റെ ഉള്ളം കൈയിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഏറെ നേരം അവർ വെറുതെയിരുന്നു. ആ ബാലൻ അസ്വസ്ഥനാവുകയായിരുന്നു. അവൻ്റെ കൈകൾ വിറയ്ക്കുവാൻ തുടങ്ങി. ആ സ്ത്രീക്ക് അതേറെക്കുറെ മനസ്സിലായെന്ന് തോന്നിയപ്പോൾ അവൻ പെട്ടെന്ന് കൈകൾ എടുത്തു മാറ്റി. എൻ്റെ കൈ നോക്കി ഫലം പറഞ്ഞു കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. അവൻ്റെ സ്വരത്തിൽ പ്രകടമായ നീരസം.
തള്ളയ്ക്ക് വല്ല കാശും കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് നല്ലതെന്ന് അവന് തോന്നി. ഒന്നും അറിയണ്ട, ഒരേ സ്വപ്നം 2 തവണ കണ്ടെന്ന് വെച്ച് അതിത്ര കാര്യമായി എടുക്കേണ്ടതുണ്ടോ? ഇവരാണെങ്കിൽ അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നുമില്ല. ഓ, നീ കണ്ട സ്വപ്നത്തിന്റെ പൊരുളറിയണം അല്ലേ? വൃദ്ധ പെട്ടെന്ന് സംസാരിക്കുവാൻ തുടങ്ങി. നിനക്കറിയുമോ, ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് സ്വപ്നങ്ങൾ. അവിടുന്ന് നമ്മുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥവും ഉദ്ദേശവും ഞാൻ നിനക്ക് പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ ആത്മാവിൻ്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ അന്യനൊരാൾക്ക് ആവില്ല. അവനവന് മാത്രമേ കഴിയൂ. എന്തായാലും നിന്റെ കയ്യിൽ നിന്ന് ഞാനിതിന് കൂലി വാങ്ങും. അതുകൂടാതെ കഴിയില്ല. മറ്റൊരു സൂത്രം, അവൻ വിചാരിച്ചു. അല്ലെങ്കിലും ഇതാണല്ലോ ഈ കൂട്ടരുടെ സ്ഥിരം പതിവ്. എന്തായാലും നോക്കാം. അങ്ങനെ പേടിച്ച് പിന്മാറാൻ പറ്റുമോ? ചെന്നായ്ക്കൾക്കും വരൾച്ചയ്ക്കുമൊക്കെ എതിരായി എപ്പോഴും കരുതലോടെ മുന്നേറേണ്ടവനല്ലേ ഒരിടയൻ? അതെല്ലാമല്ലേ ഒരിടയന്റെ ജീവിതത്തെ തികച്ചും മനോഹരമാക്കുന്നത്. നോക്കൂ, ഒരേ സ്വപ്നം ഒരു മാറ്റവും കൂടാതെ അതേ മട്ടിൽ ഞാൻ 2 തവണയായി കാണുന്നു. അവൻ താൻ അവിടെ വന്നതിൻ്റെ ഉദ്ദേശം വിവരിച്ചു. ഒരു വയലിൻ്റെ നടുവിലാണ് ഞാൻ, ഒപ്പം എൻ്റെ ആടുകളും. പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടി എവിടെ നിന്നോ വന്ന് എൻ്റെ ആടുകളുടെ കൂടെ ചേർന്ന് കളിക്കാൻ തുടങ്ങി. സാധാരണയായി ഞാനതിന് സമ്മതിക്കാറില്ല. പരിചയമില്ലാത്തവരെ അരികിൽ കണ്ടാൽ ആടുകളുടെ മട്ടുമാറും. പക്ഷേ കുട്ടികളാണെങ്കിൽ അവയ്ക്ക് ഭയമില്ല. എനിക്കെപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഇവറ്റയ്ക്ക് എങ്ങനെയാണാവോ മനുഷ്യരുടെ പ്രായം കണക്കാക്കാൻ പറ്റുന്നത്? അതും ഇതും പറയാതെ നീ കണ്ട സ്വപ്നത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. വൃദ്ധ അക്ഷമ പ്രകടിപ്പിച്ചു. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അല്ലെങ്കിലും നിനക്ക് വേണ്ടി അധികം സമയം മെനക്കെടുത്താനും ഞാൻ വിചാരിക്കുന്നില്ല. അതിന് തക്കവണ്ണമൊന്നും നിന്റെ കയ്യിൽ പണവുമില്ലല്ലോ. ശരി ശരി. അവന്റെ സ്വരത്തിൽ ലേശം ജാള്യത. കുറച്ചധികം നേരം ആ കുട്ടി എൻ്റെ ആടുകളുമായി കളിച്ചു. പിന്നെ പെട്ടെന്നോടി വന്ന് എൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചു. എന്നെ പൊക്കിയെടുത്തു. താഴെ വെച്ചത് ഈജിപ്തിലെ പിരമിഡുകൾക്കടുത്ത്. അവൻ തെല്ലിട നിർത്തി. ആ വൃദ്ധയുടെ മുഖത്തേക്ക് നോക്കി. ഈജിപ്റ്റ്, പിരമിഡ്, അവരുടെ മുഖത്ത് എന്തെങ്കിലും ഭാവഭേദമുണ്ടോ? ഇല്ല. ആ കണ്ണുകൾ തികച്ചും നിർവികാരമായിരുന്നു. അവർ ഒന്നും മിണ്ടിയില്ല. അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. വാക്കുകൾ ഓരോന്നും വേർതിരിച്ചെടുത്ത് അവരുടെ മനസ്സിൽ അവ വ്യക്തമായി പതിയട്ടെ എന്ന ഭാവത്തോടെ. ഈജിപ്തിൽ പിരമിഡുകളുടെ സമീപത്ത് എന്നെ കൊണ്ടുചെന്ന് നിർത്തി. അവൾ എന്നോട് പറഞ്ഞു, ആ, അതൊരു പെൺകുട്ടിയായിരുന്നു. ഇവിടെ തിരഞ്ഞോളൂ, നിനക്ക് വലിയൊരു നിധി കിട്ടും. നിധി കിടക്കുന്ന സ്ഥലം അവൾ കൃത്യമായി കാണിച്ചു തരാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ ഉണർന്നുപോയി 2 പ്രാവശ്യവും. മറുപടിയൊന്നും പറയാതെ ആ സ്ത്രീ ഏതാനും നിമിഷം എന്തോ ആലോചിച്ചിരുന്നു. വീണ്ടും അവന്റെ ഉള്ളം കൈയെടുത്ത് ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി. എനിക്കിപ്പോ നീ പ്രതിഫലമൊന്നും തരേണ്ട. തികഞ്ഞ ഗൗരവത്തോടെയാണ് അവർ അത് പറഞ്ഞത്. പക്ഷേ എന്നെങ്കിലും നീ ആ നിധി കൈക്കലാക്കിയാൽ അതിൻ്റെ 10-1 എനിക്ക് തരണം. തൽക്കാലം ലാഭം. അവൻ അല്പം ഉറക്കെ തന്നെ ചിരിച്ചു. കയ്യിൽ 4 കാശ് തികച്ചില്ല. അതിൽ നിന്ന് 1 പങ്ക് ഇവർക്ക് കൊടുക്കാതെ കഴിഞ്ഞല്ലോ. ഒളിഞ്ഞ നിധി സ്വപ്നം കണ്ടതിൻ്റെ ഗുണം. എന്നാലും അവൻ പറഞ്ഞു, ശരി, സമ്മതിച്ചു. എൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥമെന്താണ്? അത് പറഞ്ഞില്ലല്ലോ. പറയാം. അതിനു മുൻപ് നീ എനിക്ക് വാക്ക് തരണം. ഞാൻ പറയാൻ പോകുന്നതിന് പ്രതിഫലമായി നിനക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ 10-1 എനിക്ക് തരാമെന്ന്. അവർ വീണ്ടും അത് തന്നെ പറഞ്ഞു. ശരി, ഞാൻ വാക്ക് തരുന്നു. കർത്താവിൻ്റെ ഈ തിരുഹൃദയമാണ് സത്യം. നിധി കിട്ടിയാൽ അതിൻ്റെ 10-1 നിങ്ങൾക്ക്. ഈ സ്വപ്നത്തിൽ അത്ര അസാധാരണമായൊന്നും കാണുന്നില്ല. എനിക്കത് വ്യാഖ്യാനിച്ച് തരാൻ കഴിയും. കുറച്ച് പ്രയാസപ്പെടണമെന്ന് മാത്രം. അതുകൊണ്ടാണ് നീ കണ്ടെത്തുന്നതിൻ്റെ ഒരു ഓഹരി എനിക്കും അവകാശപ്പെട്ടതാണെന്ന് തോന്നുന്നത്. ഒന്ന് നിർത്തി കുറച്ചു നേരം എന്തോ ആലോചിച്ചിരുന്നതിന് ശേഷമാണ് പിന്നീട് അവർ പറഞ്ഞത്, എൻ്റെ അഭിപ്രായം തീർച്ചയായും നീ പിരമിഡുകൾ തേടി പോകണമെന്ന് തന്നെയാണ്. അതെവിടെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും
അത് പറഞ്ഞു തന്നത് ഒരു കൊച്ചുകുട്ടിയല്ലേ. ആ വാക്കുകൾ വെറുതെ ആവില്ല. പൊയ്ക്കോളൂ, ഒട്ടും ശങ്കിക്കേണ്ട. നീ ആ നിധി കണ്ടെത്തുക തന്നെ ചെയ്യും. അങ്ങനെ നീ ഒരു ധനവാനുമാകും. അവന് അത്ഭുതം തോന്നി, ഒപ്പം നീരസവും. ഇത് കേൾക്കാൻ വേണ്ടിയാണോ താൻ ഇത്ര നേരം കാത്തിരുന്നത്? സാരമില്ല, കാശൊന്നും ചെലവാക്കേണ്ടി വന്നില്ലല്ലോ. ഇതിനു മാത്രമായി എന്റെ സമയം പാഴാക്കേണ്ടിയിരുന്നില്ല, അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ സ്വപ്നം സങ്കീർണമായ ഒന്നായിരുന്നുവെന്ന്. ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഏറ്റവും അസാധാരണമായി തീരുക. ബുദ്ധിയുള്ളവർക്കേ അത് മനസ്സിലാക്കുവാൻ കഴിയൂ. എനിക്കതില്ല. അതുകൊണ്ട് എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടതുണ്ട്, കൈരേഖ വായിക്കലും മറ്റും. ശരി, ഞാൻ എങ്ങനെയാണ് ഈജിപ്തിൽ ചെന്നെത്തുക? സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനേ എനിക്കാകൂ. അവയെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടല്ലേ എനിക്കെൻ്റെ പെൺമക്കൾ തരുന്നതും കഴിച്ച് ഇവിടെ കഴിഞ്ഞുകൂടേണ്ട ഗതികേട് വന്നത്. പക്ഷേ എനിക്ക് ഈജിപ്ത് വരെ ചെന്നെത്താൻ പറ്റിയില്ലെങ്കിലോ? എങ്കിൽ പിന്നെ എനിക്ക് പ്രതിഫലം തരേണ്ട പ്രശ്നമേ വരുന്നില്ലല്ലോ. കൂലി കിട്ടാത്ത വേല എനിക്ക് പുത്തരിയുമല്ല. അത്രയും പറഞ്ഞ് അവർ എഴുന്നേറ്റു. വേണ്ടതിലധികം സമയം അവൻ കാരണം വെറുതെ കളഞ്ഞുവെന്ന് പിറുപിറുത്തുകൊണ്ട് അവന് വല്ലാത്ത നിരാശ തോന്നി. വിചാരിച്ചതുപോലെയൊന്നും നടന്നില്ലല്ലോ. വെറുതെ ഒരു സ്വപ്നത്തിന്റെ അർത്ഥവും തേടി നടക്കുന്ന താൻ എത്ര വിഡ്ഢി. സ്വപ്നങ്ങളിൽ ഇനിയൊരിക്കലും താൻ ഇനി വിശ്വാസം അർപ്പിക്കുകയില്ലെന്ന് അവൻ നിശ്ചയിച്ചു. ചെയ്തു തീർക്കാനുള്ള 100 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് അവൻ ഓർമ്മ വന്നു. ആട്ടിൻകൂട്ടത്തെ പട്ടണത്തിന് പുറത്തു താമസിക്കുന്ന ഒരു ചെങ്ങാതിയുടെ ആലയിലാക്കി അവൻ അങ്ങാടിയിലേക്ക് നടന്നു. നല്ലൊരൂണ് കഴിച്ചു. വായിക്കാനുള്ള പുസ്തകം മാറ്റിയെടുത്തു. നല്ല കനമുള്ളതൊന്നു തന്നെ ഇത്തവണ കയ്യിൽ തടഞ്ഞു. നല്ല ചൂടുള്ള പകൽ. അങ്ങാടിക്കരികെ തന്നെ അല്പം തുറന്നൊരു സ്ഥലത്ത് ഒഴിഞ്ഞ ഒരു ബെഞ്ച് കണ്ടെത്തി അവൻ ഇരിപ്പുറപ്പിച്ചു. കുറച്ചു നേരത്തെ വാങ്ങിവെച്ച പുതിയ വീഞ്ഞുകുപ്പി തുറന്നു. സ്വാദോടെ മെല്ലെ നുണഞ്ഞു കുടിക്കാൻ തുടങ്ങി. അവന് ആ പട്ടണത്തിൽ പരിചയക്കാരായി ധാരാളം പേരുണ്ടായിരുന്നു. ഈ തൊഴിലിന്റെ ഗുണമാണത്. എന്നും എപ്പോഴും ഒരേയാളുടെ തന്നെ കൂട്ട് എന്ന മടുപ്പ് വേണ്ട. സെമിനാരിയിൽ വെച്ച് അതായിരുന്നു ശല്യം. എവിടേക്ക് തിരിഞ്ഞാലും കണ്ടു പഴകിയ അതേ മുഖങ്ങൾ. എല്ലാവർക്കും എല്ലാവരെക്കുറിച്ചും അടിമുടി അറിയാം. അന്യന്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവനെ നേരെയാക്കിയെടുക്കാൻ ഓരോരുത്തർക്കും വെപ്രാളം. എന്നാൽ സ്വയം നേരെയാകാനോ? അതിനൊട്ട് താൽപ്പര്യവുമില്ല. തൻ്റെ ഇഷ്ടത്തിനൊത്ത് ചെങ്ങാതിയെ വളച്ചെടുക്കാനാണ് എല്ലാവർക്കും തിടുക്കം. ചൂടൊന്നു കുറയട്ടെ, അതുവരെ ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാം, അവൻ തീരുമാനിച്ചു. വെയിലാറിയാൽ ആടുകളെയും കൊണ്ട് നടത്തം തുടരാം. ഇനി 3 ദിവസം കൂടിയേ വേണ്ടൂ. അവൻ ആ കച്ചവടക്കാരൻ്റെ മകളുടെ അടുത്തെത്തുകയായി. കയ്യിലിരുന്ന പുസ്തകം നിവർത്തി അവൻ വായിക്കാൻ തുടങ്ങി. ഒരു ശവമടക്കലിൻ്റെ വിവരണമാണ് ആദ്യത്തെ പേജിൽ തന്നെ. ഒരുപാട് കഥാപാത്രങ്ങൾ, ഉച്ചരിക്കാൻ പ്രയാസമുള്ള പേരുകൾ. ഞാനാണെങ്കിൽ ഇങ്ങനെയല്ല പുസ്തകം എഴുതുക, അവൻ വെറുതെ വിചാരിച്ചു. കഥാപാത്രങ്ങളെ ഒരുമിച്ചല്ല, ഓരോരുത്തരെയായി അവതരിപ്പിക്കൂ. ഒരുപാട് പേരുകൾ ഒരേ സമയം ഓർമ്മിച്ചു വെക്കേണ്ടതിൻ്റെ ക്ലേശം വായനക്കാരന് നൽകുകയില്ല. വഴിവിട്ടുപോയ ശ്രദ്ധ അവൻ വീണ്ടും പുസ്തകത്തിലേക്ക് തിരിച്ചു. ക്രമേണ അവന് വായനയിൽ രസം പിടിച്ചു വന്നു. മഞ്ഞുകാലത്തെ നല്ല തണുപ്പുള്ള ഒരു ഉച്ചനേരത്താണ് ശവമടക്കൽ നടക്കുന്നത്. തണുപ്പിനെപ്പറ്റി വായിക്കുമ്പോൾ തന്നെ ഒരു കുളിർമ. അത്രയ്ക്കും ചൂടാണിപ്പോൾ വെയിലിന്. അവൻ അങ്ങനെ വായനയിൽ ലയിച്ചിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ അവൻ്റെ അരികിൽ വന്ന് ഇരിപ്പ് പിടിച്ചു. ഒരു വർത്തമാനത്തിനുള്ള തരവും പാത്താണ് അയാളുടെ ഇരിപ്പ്. അവരെന്താണവിടെ ചെയ്യുന്നത്? പ്ലാസയിലെ ആളുകളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ വൃദ്ധൻ ചോദിച്ചു. പണിയെടുക്കുന്നു. പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ആ ബാലൻ മറുപടി പറഞ്ഞു. വായനയ്ക്ക് ഉപദ്രവമുണ്ടാക്കും വിധം തുടർന്ന് സംസാരിക്കേണ്ട എന്ന ചെറിയൊരു താക്കീതുമുണ്ടായിരുന്നു ആ സ്വരത്തിൽ. വാസ്തവത്തിൽ അവന്റെ ശ്രദ്ധ വായനയിലായിരുന്നില്ല. മനസ്സിലാകെ ആ കച്ചവടക്കാരൻ്റെ മകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു.
അവളുടെ മുൻപിൽ വെച്ച് ആടുകളെ ഓരോന്നിനെയായി നീക്കി നിർത്തി കമ്പിളി വെട്ടിക്കൊടുക്കുന്ന കാര്യം അവൻ സങ്കൽപ്പിച്ചു. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരുവനാണ് താനെന്ന കാര്യം അവൾ മനസ്സിലാക്കണം. അവൻ പലതവണ മനക്കണ്ണിൽ കണ്ടതാണ് ആ രംഗം. ഓരോ തവണയും ആടിൻ്റെ രോമം മുറിക്കുന്നത് പിന്നിൽ നിന്ന് മുൻപിലേക്കാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ അത്ഭുത പരതന്ത്രയാവുന്നത് കാണാൻ രസമായിരുന്നു. പണിക്കിടയിൽ അരികിൽ നിൽക്കുന്ന അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രസമുള്ള ചില കഥകളും അവൻ ഓർത്തുവെച്ചു. ഒക്കെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയ കഥകളാണ്. എന്നാലും സ്വന്തം അനുഭവമാണെന്ന മട്ടിൽ തന്മയത്വത്തോടുകൂടി പറയണം. വ്യത്യാസമൊന്നും അവൾക്ക് പിടികിട്ടുകയില്ല. അവൾക്ക് വായിക്കാൻ അറിയില്ലല്ലോ. വല്ലാത്ത ദാഹം. എന്തെങ്കിലും കുറച്ച് കുടിക്കാൻ കിട്ടിയെങ്കിൽ. അടുത്തിരുന്ന വൃദ്ധൻ വീണ്ടും തുടങ്ങി. അവൻ്റെ വീഞ്ഞുകുപ്പിയിലായിരുന്നു അയാളുടെ നോട്ടം. ശല്യമൊഴിഞ്ഞു പോകട്ടെ എന്ന ഭാവത്തിൽ അവൻ അതയാൾക്ക് നേരെ നീട്ടി. അങ്ങനെയെങ്കിലും അയാളൊന്നും മിണ്ടാതിരുന്നെങ്കിൽ. ആ വയസ്സനുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ അവന് തീരെ താൽപ്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ അവനെ വെറുതെ വിടാൻ ഭാവമുണ്ടായിരുന്നില്ല. വായിക്കുന്ന പുസ്തകം എന്താ അതിൻ്റെ പേര്? ഇതെന്തൊരു സ്വൈര്യക്കേട്. എന്തെങ്കിലും മുഖത്തടിക്കുന്നത് പോലെ പറഞ്ഞ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറിയിരുന്നാലോ? ഓ വേണ്ട, അത് തെറ്റാവും. തൻ്റെ പിതാവ് എപ്പോഴും പറയാറുണ്ട്, മുതിർന്നവരോട് എപ്പോഴും ആദരവ് കാട്ടണമെന്ന്. അവൻ പുസ്തകം അയാളുടെ മുൻപിലേക്ക് നീട്ടി. അതവൻ്റെ സൂത്രമായിരുന്നു. മനസ്സിൽ 2 കാര്യം കണ്ടുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. ഉച്ചരിക്കാൻ വിഷമമുള്ള വികടം പിടിച്ചൊരു പേരായിരുന്നു പുസ്തകത്തിന്. വേണമെങ്കിൽ വയസ്സൻ തന്നെത്താൻ വായിച്ചെടുത്തോട്ടെ. അഥവാ വായിക്കാൻ അറിയില്ലെങ്കിൽ ഒരുപക്ഷെ നാണം തോന്നി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാലോ? രണ്ടായാലും ഗുണം തനിക്ക് തന്നെ. ഒരസാധാരണ വസ്തുവെന്നോണം പുസ്തകം ആകെപ്പാടെ ഒന്ന് തിരിച്ചും മറിച്ചു നോക്കി അയാൾ പറഞ്ഞു, ഇതൊരു പ്രധാനപ്പെട്ട പുസ്തകം തന്നെ, പക്ഷെ വലിയ രസമില്ല. അവന് അത്ഭുതം തോന്നി. അല്ല, അയാൾക്ക് വായിക്കാൻ അറിയാം. ഈ പുസ്തകം വായിച്ചിട്ടുമുണ്ട്. ഇയാൾ പറയുന്നത് പോലെ പുസ്തകം വിരസമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് മാറ്റിയെടുക്കണം. സമയം ധാരാളമുണ്ട്. ഇതിൽ പുതിയതെന്ന് പറയാൻ തക്കവണ്ണം ഒന്നുമില്ല. ആരോടെന്നില്ലാതെയാണ് അയാളത് പറഞ്ഞത്. എല്ലാ പുസ്തകത്തിലും പറയുന്നത് തന്നെ ഇതിലും. സ്വന്തം നിയോഗം കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ കഴിവുകേട്. എന്നിട്ടോ ഈ പ്രപഞ്ചം വളരെ വലിയൊരു മിഥ്യയാണെന്ന സിദ്ധാന്തവും. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ ഏതാണ്? ആശ്ചര്യഭരിതനായി അവൻ ചോദിച്ചു. ജീവിതയാത്രയിൽ ഏതോ ഒരു വഴിത്തിരിവിൽ മനുഷ്യന് അവനവൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. പിന്നെയൊക്കെ വിധിയുടെ കൈപ്പിടിയിൽ. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ. അങ്ങനെയൊന്ന് എനിക്കൊരിക്കലും സംഭവിച്ചിട്ടില്ല. എന്നെ ഒരു പാതിരിയാക്കാനാണ് എൻ്റെ മാതാപിതാക്കൾ ആശിച്ചത്. പക്ഷേ ഒരാട്ടിടയനാവാൻ ഞാൻ തീരുമാനിച്ചു. നന്നായി. അല്ലെങ്കിൽ ഊരു ചുറ്റാനാണല്ലോ നിനക്ക് താൽപ്പര്യം. വയസ്സൻ്റെ വാക്കുകൾ അവന് വല്ലാത്ത അതിശയം തോന്നി. തൻ്റെ മനസ്സിലുള്ളത് ഇയാൾ അറിഞ്ഞതെങ്ങനെ? അവൻ സ്വയം പറഞ്ഞു. അപ്പോഴും വൃദ്ധൻ ആ പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കുകയായിരുന്നു. അത് ഒരിക്കലും തിരിച്ചു കൊടുക്കണ്ടാത്തതുപോലെ. അയാളുടെ വിചിത്രമായ വസ്ത്രധാരണം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ഒരറബിയെപ്പോലെയായിരുന്നു. ആ ഭാഗങ്ങളിൽ അത് അസാധാരണമല്ല. ടരീഫയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ഏതാനും മണിക്കൂർ നേരത്തെ യാത്ര മതി. ഇടുങ്ങിയ കടലെടുക്ക് ബോട്ട് വഴി താണ്ടുകയേ വേണ്ടൂ. ഷോപ്പിംഗ് നടത്തിക്കൊണ്ടും അവരുടെ പ്രത്യേക പ്രാർത്ഥനകൾ പലവുരു ചൊല്ലിക്കൊണ്ടും അറബികളെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാമായിരുന്നു. നിങ്ങൾ എവിടെ നിന്നാണ്? അവൻ അന്വേഷിച്ചു. പലയിടത്തു നിന്നും എന്നും പറയാം. വൃദ്ധൻ്റെ മറുപടി. പലയിടത്തു നിന്നുമായി ഒരാൾക്ക് വരാൻ ഒക്കുകയില്ലല്ലോ. ബാലൻ പറഞ്ഞു. ഞാനൊരാട്ടിടയനാണ്. പലയിടത്തും ഞാൻ പോയിട്ടുമുണ്ട്. പക്ഷേ ഞാൻ വന്നത് ഒരേ ഒരിടത്തു നിന്ന് മാത്രമാണ്. ഒരു പൗരാണിക കൊട്ടാരത്തിനടുത്തുള്ള ഒരു നഗരത്തിൽ നിന്ന്. ഞാൻ ജനിച്ചത് അവിടെയാണ്. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ ജനിച്ചത് സലേമിലാണ്. സലേം എവിടെയാണെന്ന് അവന് രൂപമില്ലായിരുന്നു. എന്നാലും ചോദിക്കാൻ മുതിർന്നില്ല. തനിക്കിത്രയും കൂടി വിവരമില്ലേ എന്ന് അയാൾക്ക് തോന്നിയാലോ? അവൻ അപ്പുറത്തെ കവലയിലേക്ക് നോട്ടം തിരിച്ചു.
ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിടുക്കത്തിൽ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോരോ തിരക്ക്. സലേം അല്ലേ? സ്ഥലമെങ്ങനെ? കൊള്ളാമോ? വയസ്സനെക്കുറിച്ച് ഉള്ളിലുയർന്ന ജിജ്ഞാസ അധിക നേരം അടക്കി നിർത്താൻ അവനായില്ല. ഓ, അത് എന്നത്തെയുമൊക്കെ പോലെ തന്നെ. ഒരൊഴുക്കൻ മട്ടിൽ അയാൾ മറുപടി പറഞ്ഞു. പക്ഷേ അതവനെ തൃപ്തനാക്കിയില്ല. എവിടെയാണ് ഈ സലേം? ഇങ്ങനെയൊരു പേര് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആൻഡലൂസിയയിലാകാൻ തരമില്ല. എങ്കിൽ ഞാൻ അറിയാതിരിക്കുമോ? അവിടെ എന്തെടുക്കുന്നു? ഞാനോ? സലേമിൽ എന്തെടുക്കുന്നുവെന്നോ? നല്ല കഥ. ഞാൻ അവിടുത്തെ രാജാവാണ്. ഇത് നല്ല ഭ്രാന്ത്. അങ്ങനെ അവൻ മനസ്സിൽ പറഞ്ഞതേയുള്ളൂ. ചിലപ്പോൾ ചിലരങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ പറയും. കേൾക്കുന്നവർക്ക് പിന്നെ ആശയക്കുഴപ്പം. ഇതിലും ഭേദം ആടുകളുടെ കൂട്ടാണ്. ഒന്നും മിണ്ടാതെ നടന്നോളുമല്ലോ. അല്ലെങ്കിൽ പിന്നെ പുസ്തകങ്ങളാവാം പറ്റിയ ചങ്ങാതിമാർ. പറയുന്ന കഥകൾ വിചിത്രങ്ങളാകാം. പക്ഷെ കേട്ടേ കഴിയൂ എന്ന ഗതികേടില്ലല്ലോ. വേണ്ടെന്ന് തോന്നിയ പുസ്തകമടച്ച് മാറ്റി വെക്കുകയേ വേണ്ടൂ. എൻ്റെ പേര് മെൽഷിഡേക്കെന്നാണ്. ആട്ടെ, നിനക്ക് സ്വന്തമായി മൊത്തം എത്ര ആടുകളുണ്ട്? വേണ്ടത്രയുണ്ട്. ഒട്ട് കനത്തിലായിരുന്നു അവൻ്റെ മറുപടി. ഇയാളെന്താ തന്നെ പരീക്ഷിക്കുകയാണോ? ഓ, അങ്ങനെയാണോ? നിനക്കാവശ്യത്തിനുള്ള ആടുകൾ ഉണ്ടെന്ന് തോന്നിയാൽ പിന്നെ നിന്നെ സഹായിക്കുവാൻ എന്നെക്കൊണ്ടാവില്ല. അവന് ദേഷ്യം വന്നു. ഇയാളോട് താൻ സഹായമൊന്നും ആവശ്യപ്പെടുകയുണ്ടായില്ലല്ലോ. മറിച്ച് ഇയാൾ തന്നെയല്ലേ ദാഹമുണ്ടെന്നും പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് വീഞ്ഞു വാങ്ങി കുടിച്ചത്. വർത്തമാനം തുടങ്ങിയതും ഇയാൾ തന്നെ. ആ പുസ്തകം തന്നേക്കൂ, എനിക്ക് പോകാറായി. അവൻ തൻ്റെ നീരസം മറച്ചുവെച്ചില്ല. അവിടെ ചെന്ന് ആടുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടണം. അവൻ എഴുന്നേറ്റു. നിന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് 10 ഭാഗം എനിക്ക് തരുമോ? വൃദ്ധൻ ചോദിച്ചു. എന്നാൽ നീ അന്വേഷിക്കുന്ന ആ നിധി എവിടെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. പെട്ടെന്ന് അവന് തൻ്റെ സ്വപ്നം ഓർമ്മ വന്നു. അതോടെ കാര്യത്തിൻ്റെ കിടപ്പ് മനസ്സിലായി. സ്വപ്നത്തിൻ്റെ ഫലമറിയാൻ താൻ ചെന്ന് കണ്ട ആ ജിപ്സിത്തള്ളയുടെ ഭർത്താവായിരിക്കണം ഈ കിഴവൻ. രണ്ടുപേരും ചേർന്നുള്ള ഒരൊത്തുകളി. തന്നെ പറ്റിക്കാൻ. ഭാര്യ പ്രതിഫലമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തന്നെ വെറുതെ വിട്ടു. ഇപ്പോൾ ഭർത്താവിനെ പിന്നാലെ പറഞ്ഞു വിട്ടിരിക്കുന്നു. മുതലും പലിശയും കൂടി ഈടാക്കാനാകും ഭാവം. ആട്ടിൻപറ്റത്തിൻ്റെ 10 പോലും. ആഹാ, എന്താ മോഹം! പക്ഷേ അവൻ എന്തെങ്കിലുമൊന്ന് പറയാൻ ഇട കിട്ടിയില്ല. അതിനു മുമ്പേ താഴെ കിടന്നിരുന്ന ഒരു കോലെടുത്ത് അയാൾ മണലിൽ എന്തോ എഴുതാൻ തുടങ്ങി. മുൻപോട്ടാഞ്ഞ അയാളുടെ നെഞ്ചിൽ നിന്ന് കണ്ണഞ്ചിക്കുന്നൊരു പ്രകാശം. എന്താണെന്ന് വ്യക്തമായില്ല. ആ വല്ലാത്ത വെളിച്ചത്തിൽ ഒരു നിമിഷം കണ്ണ് കാണാതായി. അതിനിടയിൽ തൻ്റെ കുപ്പായം 2 കൈകൊണ്ടും കൂട്ടിപ്പിടിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ ചടുലതയോടെ അയാളത് മൂടിക്കളഞ്ഞു. മെല്ലെ കണ്ണു തുറന്നവൻ നോക്കി. താഴെ മണലിൽ അയാൾ കുറിച്ചിട്ടിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ വ്യക്തമായി വായിക്കാം. ഇതെന്തത്ഭുതം! ഇവിടെ അപരിചിതമായ ഈ ചെറിയ പട്ടണത്തിലെ ചന്തത്തെരുവിലുള്ള മണലിൽ അയാൾ എഴുതിയിട്ടിരിക്കുന്നു അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ, അവൻ പഠിച്ചിരുന്ന സെമിനാരിയുടെ പേര്, അവൻ്റെ ഹൃദയം കവർന്ന ആ സുന്ദരി പെണ്ണിൻ്റെ പേര്, പിന്നെയും ഒരു പിടി കാര്യങ്ങൾ, ആരോടും അവൻ ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ. ഞാൻ സലേമിലെ രാജാവാണ്. ആ വൃദ്ധൻ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങയെപ്പോലൊരു രാജാവ് എന്നെപ്പോലെ വെറുമൊരു ആട്ടിടയനോട് സംസാരിക്കുകയോ? അവൻ്റെ വാക്കുകളിൽ ആദരവ്, സങ്കോചം. അതിന് കാരണം പലതുണ്ട്. ഏറ്റവും പ്രധാനമായത് നീ സ്വന്തം ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ. സ്വന്തം ജീവിതത്തിൻ്റെ ലക്ഷ്യമോ? അതെന്താണ്? അവൻ്റെ സ്വരത്തിൽ എന്തോ പിടികിട്ടായിക. നീ ഉള്ളിൻ്റെ ഉള്ളിൽ മോഹിച്ചിരുന്നതെന്തോ അത്. കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും അത് വ്യക്തമായിരിക്കും. വലുതായി തുടങ്ങുമ്പോഴാണ് കുട്ടിക്കാലത്തെ തെളിച്ചമാർന്ന സ്വപ്നങ്ങളും ആശകളും മങ്ങാൻ തുടങ്ങുന്നത്. നിഗൂഢമായ ഏതോ ശക്തിയുടെ വിലക്കുകൾ. ഇതൊന്നും സഫലമാകാൻ പോകുന്നില്ല എന്ന ശാസന. കുട്ടികളുടെ മനസ്സിൽ നിറയെ ധൈര്യമുണ്ട്. എന്തും സങ്കല്പിക്കാം, മോഹിക്കാം. അതൊക്കെ ജീവിതത്തിൽ നേടാൻ കഴിയുമെന്ന വിശ്വാസവുമുണ്ട്. മുതിർന്നു കഴിയുമ്പോഴോ?
വയസ്സൻ പറയുന്നത് മുഴുവൻ അവന് മനസ്സിലാക്കാനായില്ല. എന്നാലും അയാൾ സൂചിപ്പിച്ച നിഗൂഢ ശക്തി, അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. എന്നിട്ട് ആ കച്ചവടക്കാരൻ്റെ മകളുടെ മുൻപിൽ വെച്ച് കാച്ചണം. എന്തായിരിക്കും അപ്പോൾ അവൾക്ക് തന്നോട് തോന്നുന്ന മതിപ്പ്? ആ ശക്തി ഒരു വിധത്തിൽ പറഞ്ഞാൽ നിഷേധാത്മകമാണ്. അതേസമയം സ്വന്തം നിയോഗം കണ്ടെത്താൻ ഒരുവന് സഹായകമായും ഭവിക്കുന്നു. അതവൻ്റെ ഇച്ഛയെ, ബുദ്ധിയെ പാകപ്പെടുത്തുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സത്യം എന്താണെന്നോ? ഒരാൾ ആരോ എന്തോ ആകട്ടെ, എന്തെങ്കിലും ഒന്ന് പൂർണ്ണ മനസ്സോടെ തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കാതെ വരില്ല. കാരണം സ്വന്തം വിധിയാണ് മനസ്സിൽ ആ മോഹത്തിൻ്റെ വിത്തുപാകുന്നത്. അതിൻ്റെ സാഫല്യമാണ് ആ ജീവിതത്തിൻ്റെ ഉദ്ദേശം. കുറേ യാത്ര ചെയ്യണം, പിന്നെ ആ കച്ചവടക്കാരൻ്റെ മകളെ വിവാഹം കഴിക്കണം. മോഹങ്ങൾ അത്രയൊക്കെയേ ഉള്ളുവെങ്കിലും അതെ, അജ്ഞാതമായ ആ നിധി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതും. അവൻ ചോദിക്കാത്തതിനു കൂടി അയാൾ ഉത്തരം പറഞ്ഞു. മനുഷ്യരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, അസൂയകൾ, വിദ്വേഷങ്ങൾ ഒക്കെയും ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവിനെ ബാധിക്കുന്നു. ചിലപ്പോൾ പുഷ്ടിപ്പെടുത്തുന്നു, മറ്റു ചിലപ്പോൾ കഷ്ടപ്പെടുത്തുന്നു. സ്വന്തം വിധി കണ്ടെത്തുക, അതുമാത്രമേ നമുക്ക് ചെയ്യാനാകൂ. ഇവിടെയുള്ളതെല്ലാം ഒന്നേ ഒന്ന് മാത്രം. രണ്ടുപേരും ഒന്നും മിണ്ടാതിരുന്ന ഏതാനും നിമിഷങ്ങൾ. നിരത്തിൽ നടന്നു നീങ്ങുന്ന ആളുകളെയും നോക്കി അവർ കുറച്ചുനേരം നിശബ്ദരായിരുന്നു.